ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം ആദ്യകാലമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാലൻസ് നോക്കാം. आचार्य रामचंद्र शुक्ल ने वीर का आध्यात्मिक साहित्यिक प्रवृत्ति की पहचान जिन 12 ग्रंथों के आधार पर की है वे हैं. ആചാര്യ ശുക്ലജി വീർക്കാതാത്മക സാഹിത്യ പ്രവൃത്തി ഒരു 12 പുസ്തകങ്ങളെ ആധാരമാക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് ആ 12 പുസ്തകങ്ങളെന്ന് നമുക്ക് നോക്കാം. വിജയ് പാൽ റാസോ, ഹമീർ റാസോ, കീർത്തിലത, കീർത്തി പതാക, കുമാൻ റാസോ, ബീസൽദേവ് റാസോ, പൃഥ്വിരാജ് റാസോ, ജയചന്ദ് പ്രകാശ്, ജയമയങ്ക് ജസ് ചന്ദ്രിക, പറമാൾ റാസോ, ഖുസ്രോ കി പഹേലിയം, അവർ വിദ്യാപതി, പദാവലി. ഈ 12 ഗ്രന്ഥങ്ങളെ ആധാരമാക്കിയാണ് ആചാര്യ രാമചന്ദ്ര ശുക്ലജി വീർക്കാതാത്മക സാഹിത്യ പ്രവൃത്തി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതിലാദ്യം നമുക്ക് വിദ്യാപതിയെ നോക്കാം. വിദ്യാപതി की रचनाएं कीर्तिलता, कीर्ति पताका, पदावली और नर्मदी नल्ह कृत बीसलदेव റാസോ പ്രാമാണിക രൂപമേ ഉപലബ്ധ ഹെ. ഇത് കിട്ടിയിട്ടുള്ള കൃതികളാണ്. ഏതൊക്കെയാണ്? വിദ്യാപതിയുടെ കീർത്തിലതയും കീർത്തി പതാകയും പദാവലികളും നർമദി നൽഹിൻ്റെ ബീസൽദേവ് റാസോയും. വിദ്യാപതിനെ കുൽ 16 ഗ്രന്ഥോं की रचना की. വിദ്യാപതി എത്ര ഗ്രന്ഥങ്ങളാണ് എഴുതിയേക്കുന്നത്? 16, 16 ഗ്രന്ഥങ്ങൾ. ഇൻമേൻ 13 സംസ്കൃത് കെ, അതിൽ 13 സംസ്കൃതമാണ്. 2 അവഹട്ട് കെ, 2 അവഹട്ടാണ്. തഥാ 1 മൈഥിലി, ഒരെണ്ണം മൈഥിലി. വിദ്യാപതിയുടെ രചനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യം സംസ്കൃതത്തിലുള്ള 13. ഭൂപരിക്രമ, പുരുഷ പരീക്ഷ, ലിഖനാവലി, വിഭാഗസാർ, ശൈവ സർവസാർ, പ്രമാൺ ഭൂത് പുരാൺ സംഗ്രഹ്, ദാൻ വാക്യാവലി, ഗംഗാ വാക്യാവലി, ദുർഗാ ഭക്തി തരംഗിണി, ഗേപത്തലക്, വർഷാകൃത്യ, മണിമഞ്ചരി നാടകമാണ്. ഗോരക്ഷ വിജയ്, അത് നാടകമാണ്. ഈ 13 സംസ്കൃതത്തിൽ. പിന്നെ അവഹട്ടിലുള്ളത് കീർത്തി പതാകയും കീർത്തിലതയും. മൈഥിലിയിൽ പദാവലികൾ. विद्यापति को मैथिल कोकिल, कवि शेखर, अभिनव जयदेव, कवि रंजन, कवि कंडहार आदि नामों से जाना जाता है. വിദ്യാപതി ने अपनी रचना कीर्तिलता को कहानी कहा है. വിദ്യാപതി തൻ്റെ രചനയെ എന്തെന്നാണ് വിളിച്ചത്? കീർത്തിലതയെ കഹാണി എന്നാണ് വിളിച്ചത്. വിദ്യാപതി കൃതി കീർത്തിലത ഐതിഹാസിക മഹത്വ കാ പ്രബന്ധ കാവ്യ ഹെ. കീർത്തിലത എന്താണ്? പ്രബന്ധ കാവ്യമാണ്, ഐതിഹാസിക മഹത്വമുള്ള. इसमें कीर्ति सिंह द्वारा अपने पिता का बदला देने का वर्णन है. इसमें कवि ने जौनपुर नगर का यथार्थ वर्णन किया है. ഇതിൻ്റെ കണ്ടന്റ് എന്താണ്? കീർത്തി സിംഹ് ദ്വാര അപ്പനെ പിതാ കാ ബദല ദേനെ കാ വർണ്ണനുണ്ട്. കവിനെ ജൗൻപൂർ നഗർ കാ യഥാർത്ഥ വർണ്ണനം ഇതിൽ നടത്തുന്നുണ്ട്. കീർത്തി പതാക അഫി തക് സൂചന മാത്ര ഹെ. പദാവലി വിദ്യാപതിക്ക് യശ് കാ ആധാർ ഹെ. വിദ്യാപതിയുടെ കീർത്തിയുടെ ആധാരം എന്താണ്? പദാവലിയാണ്. ഇസ്മേ രാധാകൃഷ്ണ കെ ലൗകിക പ്രേം കാ വർണ്ണൻ ഹെ. പദാവലിയിൽ എന്താണ്? രാധാകൃഷ്ണൻ്റെ ലൗകിക പ്രേം വർണ്ണനാണ്. കവി കാ മൻ വയം സന്ധി കാ ചിത്रण करने में विशेष रूप से रमा है. विद्यापति की पदावली भक्ति परक रचना है या श्रृंगार परक? इस बात को लेकर काफ़ी विवाद है. അതൊരു വിവാദമായ കാര്യമാണ്. വിദ്യാപതിയുടെ പദാവലി ഭക്തിപരക്ക് രചനയാണോ ശൃംഗാർ പരക്ക് രചനയാണെന്നുള്ളത് ഒരു വിവാദപരമായ കാര്യമാണ്. विद्यापति की पदावली में प्रार्थना और नचारी के अंतर्गत पदों में दुर्गा, गंगा, जानकी, शिव, कृष्ण के आराधना गीत हैं. अतः कुछ विद्वान भक्त कवि मानते हैं. കുറച്ച് പേര് വിദ്യാപതിയെ ഭക്തകവി എന്ന് പറയാൻ കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ പദാവലിയിൽ പ്രാർത്ഥനയും നച്ചാരിയും ഒക്കെ അന്തർഗത പദവുമേയും ആരൊക്കെയുണ്ട്? ദുർഗ, ഗംഗ, ജാനകി, ശിവ്, കൃഷ്ണ എല്ലാവരുടെയും ആരാധനാ ഗീതങ്ങൾ വരുന്നുണ്ട്. ആരൊക്കെയാണ് അദ്ദേഹത്തെ ശൃംഗാർ കവി എന്ന് പറഞ്ഞത് നോക്കാം. हरप्रसाद शास्त्री, रामचंद्र शुक्ल, सुभद्राचा, रामकुमार वर्मा, रामवृषि बेनीपुरी आदि विद्वानों ने विद्यापति को श्रृंगारी कवि माना है. श्रृंगारी കവിയായിട്ട് കണക്കാക്കിയത് ഹർപ്രസാദ് ശാസ്ത്രിയും രാമചന്ദ്ര ശുക്ലും സുഭദ്രാചായും രാംകുമാർ വർമ്മയും രാമവൃഷി ബേനിപുരിയും. ബാബു ബ്രജനന്ദൻ സഹായി, ശ്യാം സുന്ദർ ദാസ്, ഹസാരി പ്രസാദ് ദ്വിവേദി ने विद्यापति को भक्ति कवि माना है. भक्ति कविയായിട്ട് കണക്കാക്കിയത് ബാബു ബ്രജനന്ദൻ സഹായി, ശ്യാം സുന്ദർ ദാസ്, ഹസാരി പ്രസാദ് ദ്വിവേദി. ജോർജ് ഗിരിയസൻ, നാഗേന്ദ്രനാഥ് ഗുപ്ത്, ജനാർദ്ദൻ മിശ്ര ആദി विद्वानों ने विद्यापति को രഹസ്യവാദി കവി മാനാ ഹെ. അപ്പം 3 പഠിച്ചു വയ്ക്കണം. ആരൊക്കെയാണ് ശൃംഗാരി കവിയാക്കി വിദ്യാപതിയെ കണക്കാക്കിയെന്ന് ചോദിച്ചാൽ ഹർപ്രസാദ് ശാസ്ത്രി, രാമചന്ദ്ര ശുക്ല, സുഭദ്രാചാര്യ, രാംകുമാർ വർമ്മ, രാമവൃഷി ബേനിപുരി.
ആരൊക്കെയാണ് ഭക്ത കവിയായിട്ട് വിദ്യാപതിയെ കണക്കാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബു ബ്രജ്നന്ദൻ സഹായി, ശ്യാം സുന്ദർ ദാസ്, ഹസാരി പ്രസാദ് ദ്വിവേദി, അവരൊക്കെ വിദ്യാപതിയെ ഭക്ത കവിയായിട്ട് കണക്കാക്കി. പിന്നെ ആരൊക്കെയാണ് രഹസ്യവാദി കവിയായിട്ട് കണക്കാക്കിയെന്ന് ചോദിച്ചാൽ ജോർജ് ഗിരിയസനും നാഗേന്ദ്രനാഥ് ഗുപ്തും ജനാർദ്ദൻ മിശ്രും രഹസ്യവാദി കവിയായിട്ട് കണക്കാക്കി. പിന്നെ അത് മൂന്നും പ്രത്യേകം നോട്ട് ചെയ്യണം. आचार्य रामचंद्र शुक्ल के अनुसार विद्यापति के पदों अधिकतर श्रृंगार के ही हैं, जिनमें नायिका और नायक राधा कृष्ण हैं. विद्यापति को कृष्ण भक्तों की परंपरा में नहीं समझना चाहिए. ഇത് ആരുടെ അഭിപ്രായമാണ്? രാമചന്ദ്ര ശുക്ലിൻ്റെ അഭിപ്രായമാണ്. വിദ്യാപതിയെക്കുറിച്ച് രാമചന്ദ്ര ശുക്ല പറഞ്ഞത് എന്താണ്? വിദ്യാപതിയുടെ രചനകളിൽ എന്തെന്നുണ്ടെന്നാണ് പറഞ്ഞത്? വിദ്യാപതിക്ക് പദവും അധികത ശൃംഗാർ കെ ഹി ഹൈ, ശൃംഗാർ രസമാണ്. ജിന്മേ നായിക അവർ നായക് രാധാകൃഷ്ണ ഹേ. വിദ്യാപതി കോ കൃഷ്ണ ഭക്തോ കി പരമ്പരാമേ നെഹി സമझना चाहिए. രാമചന്ദ്ര ശുക്ലിൻ്റെ അഭിപ്രായമാണ്. മിഥില മേ വിദ്യാപതി കോ കോയി വൈഷ്ണവ് നെഹി കവി നെഹി മാൻത. മിഥിലയിൽ അദ്ദേഹത്തെ വൈഷ്ണവ കവിയായിട്ട് കാണുന്നില്ല. ന ഹി ഭക്ത് കഹത്ത ഹേ, ഭക്തനായിട്ട് കണക്കാക്കുന്നില്ല. सूर्यकांत त्रिपाठी निराला ने विद्यापति की पदावली के श्रृंगारिक पदों की मादकता को नागिन की लहर कहा है. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിദ്യാപതിയുടെ പദാവലിയുടെ ശൃംഗാരിക പദങ്ങളെ നാഗിൻ കി ലഹർ എന്ന് പറഞ്ഞത് ആരാണ്? നാഗിൻ കി ലഹർ എന്ന് പറഞ്ഞത് സൂര്യകാന്ത് ത്രിപാഠി നിരാലയാണ്. ഹസാരി പ്രസാദ് ദ്വിവേദി ने विद्यापति को श्रृंगार रस का സിദ്ധവാക്ക് കവി കഹാ ഹെ. ഹസാരി പ്രസാദ് ദ്വിവേദി എന്താണ് പറഞ്ഞത്? വിദ്യാപതിയെ ശൃംഗാർ രസ് കാ സിദ്ധവാക്ക് കവി എന്നാണ് പറഞ്ഞത്. ഹിന്ദി മേ വിദ്യാപതി കോ കൃഷ്ണഗീതി പരമ്പര കാ പ്രവർത്തക മാനാ ജാതാ ഹെ. ഏത് പരമ്പരയുടെ പ്രവർത്തകനായിട്ടാണ് കണക്കാക്കുന്നത്? കൃഷ്ണഗീതി പരമ്പരയുടെ പ്രവർത്തകനാണ് വിദ്യാപതി എന്നാണ് ഹിന്ദിയിൽ കണക്കാക്കുന്നത് അദ്ദേഹത്തെ. ബംഗാൾ മേ വിദ്യാപതി കോ ലോക് വൈഷ്ണവ്, വിദ്യാപതിയെ ബംഗാളിലെ ആളുകൾ എന്തായിട്ടാണ് കണക്കുന്നത്? വൈഷ്ണവ് ഭക്ത് കവി മാറ്റി. വൈഷ്ണവ് ഭക്ത് കവിയായിട്ട് എവിടെയാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്? ബംഗാളിലാണ്. ഇത്രയുമാണ് വിദ്യാപതിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സ്. ഇതുകൂടാതെ നമ്മൾ വിദ്യാപതിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ആൾറെഡി JLTക്ക് വേണ്ടി 2 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്, അതുകൂടെ കാണുക. नेक्स्ट നമുക്ക് बीसल देव रासो നോക്കാം. बीसल देव रासो में काव्य के अर्थ में रसायन शब्द बार बार आया है, अतः रामचंद्र शुक्ल ने रासो शब्द की उत्पत्ति रसायन शब्द से मानी है. രാമചന്ദ്ര ശുക്ല രാസോ ശബ്ദത്തിൻ്റെ ഉൽപ്പത്തി എന്തിൽ നിന്നാണ് പറയുന്നത്? രസായൻ ശബ്ദത്തിൽ നിന്നാണ് പറയുന്നത്. बीसल देव रासो की രചയിത നർബതി നൽഹ് ഹെ. ആരാണ് ഇത് രചിച്ചത്? നർബതി നൽഹാണ് ഇതിൻ്റെ രചയിത. ഉനോനെ അസ്ത്രീ രസായൻ കരു ബഖാൻ കഹ്കർ. അതൊരു പങ്ക്തിയാണ്. അസ്ത്രീ രസായൻ കരു ബഖാൻ കഹ്കർ बीसल देव रासो को സ്ത്രീ രസായൻ കഹാ ഹെ. बीसल देव रासോയെ നർബതി നൽഹ് എന്തെന്നാണ് പറഞ്ഞത്? സ്ത്രീ രസായൻ എന്നാണ് പറഞ്ഞത്. बीसल देव रासो में शाकंभरी नरेश बीसल देव और फौज परमार की पुत्री राजमती के विवाह वियोग और पुनर्मिलन का वर्णन है. यह प्रधानता ശൃംഗാരി കാവ്യ है. बीसल देव रासो എന്ത് കാവ്യമാണ്? ശൃംഗാരി കാവ്യമാണ്. അതിൻ്റെ കണ്ടന്റ് എന്താണ്? बीसल देव ശാകംഭരി നരേശായുള്ള बीसल ദേവിൻ്റെയും ഫൗജ് പർമാർ की പുത്രിയായിട്ടുള്ള രാജമതിയുടെയും വിവാഹം, വിയോഗം, പുനർമിലൻ എല്ലാമാണ് അതിൻ്റെ കണ്ടന്റായിട്ട് വരുന്നത്. ഹിന്ദി കാവ്യ में प्रयुक्त होने वाला 12 मासा वर्णन सर्वप्रथम बीसल देव रासो में मिलता है. നമുക്ക് റാസോ കാവ്യങ്ങളിലൊക്കെ 12 മാസ കാണാൻ പറ്റും. അത് ആദ്യമായിട്ട് വന്നത് ഏതിലാണ്? ഈ बीसल देव रासोയിലാണ്. സർവപ്രഥം बीसल देव रासोയിലാണ് ഈ 12 മാസ കൊണ്ടുവന്നത്. ഹമീർ റാസോ, ജയചന്ദ്ര പ്രകാശ് അവർ ജയമയങ്ക് ജസ്ചന്ദ്രിക ഉപലബ്ധ നഹി. ഇതൊന്നും കിട്ടിയിട്ടില്ല. ഏതൊക്കെയാണ് കിട്ടാത്തത്? ഹമീർ റാസോ കിട്ടിയിട്ടില്ല, ജയചന്ദ് പ്രകാശ് കിട്ടിയിട്ടില്ല, ജയമയങ്ക് ജസ്ചന്ദ്രികയും കിട്ടിയിട്ടില്ല. ഹമീർ വിഷയക് ഏക് പത്യ പ്രാകൃത പൈകൽമേ അവശ്യം മിൽത്താ ഹെ. ഹമീറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പദ്യം ഏതിൽ കിട്ടിയിട്ടുണ്ട്? പ്രാകൃത പൈകലത്തിൽ കാണാൻ പറ്റും. അത്രയുമാണ് നമുക്ക് बीसल देव റാസോയെക്കുറിച്ച് നോക്കേണ്ടത്. ഇനി നെക്സ്റ്റ് പൃഥ്വിരാജ് റാസോയാണ്. പൃഥ്വിരാജ് റാസോയുടെ ക്ലാസ് നമ്മൾ ആൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, താങ്ക് യു.